ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവൻ പൂർണ്ണമായും മറ്റൊരു ലോകവുമായി ലയിക്കാൻ എടുക്കുന്ന സമയമാണത്. അപ്പൊ എങ്ങനെയാണ് ഒരു മരണം സംഭവിക്കുക, ഒരാളുടെ ജീവൻ എങ്ങനെയാണ് പോണത് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ശാസ്ത്രീയമായിട്ട് കഠോപനിഷത്ത് പറയുന്നത്. ഇതാണ് മരണം, ആ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. നമസ്കാരം. ഇന്ന് ഉപനിഷത്ത് എന്നൊരു വളരെ അമൂല്യമായിട്ടുള്ള നമ്മളുടെ ഭാരതത്തിൻ്റെ തന്നെ വലിയൊരു സംഭാവനയാണ്. പുരാതന കാലങ്ങളിലുള്ള ഋഷിവര്യന്മാരും തപസ്സനുഷ്ഠിച്ചിട്ടുള്ളവരും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള അമൂല്യമായ ഒരുപാട് അറിവുണ്ട് നമുക്ക്, ഭാരതത്തിൻ്റെതായ സംഭാവന. അതിൽ ഉപനിഷത്തുകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ചേർന്നിരിക്കുക എന്ന് വെച്ചാൽ, നമ്മളൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളത്, ശരീരം നമ്മളുടെ അവിടെ ഉണ്ടാവും, നമ്മൾ ആചാര്യന്മാർ പറയുന്നത് കേൾക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സ് പലപ്പോഴും മറ്റു പല കാര്യങ്ങളിലേക്കും ചിലപ്പോൾ മാറിപ്പോയെന്ന് വരാം. അപ്പൊ ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചേർന്നിരിക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പറയണത്, ഉപനിഷത്ത് പറയാനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ചെന്നിരുന്നിട്ട് ആ അന്തരീക്ഷം ശരിയല്ല, അല്ലെങ്കിൽ അത് കേൾക്കാനിരിക്കുന്നവരുടെ മനസാന്നിധ്യം ഇല്ല എന്ന് തോന്നിയാൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര അമൂല്യമായിട്ടുള്ളൊരു അറിവാണ് ഉപനിഷത്തുകൾ നമുക്ക് സംഭാവന ചെയ്യുന്നത്. അതിൽ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉപനിഷത്താണ് ഈ കഠോപനിഷത്ത്. ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ സൂചന. കുറച്ച് കടുപ്പമുള്ളത് തന്നെയാണ് ഉപനിഷത്തുകളിൽ വെച്ചിട്ട്. ഈ കഠോപനിഷത്തില് നചികേതസ് എന്ന് പറയുന്ന ഒരു കുട്ടി, 8 വയസ്സുള്ള ഒരു കുട്ടിയും മരണത്തിന്റെ ദേവനായിട്ടുള്ള യമദേവനുമായി നടക്കുന്ന ഒരു സംവാദമാണ് അതിൻ്റെ സൗന്ദര്യം. മരണം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുള്ളൂ. ഇപ്പൊ നചികേതസ് എന്ന കുട്ടി അത് പറയുമ്പോൾ, അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നചികേതസിന്റെ തലമുറയിൽ അച്ഛനായാലും മുത്തച്ഛനായാലും ദാനധർമ്മങ്ങളിൽ പേര് കേട്ടവരായിരുന്നു അവര്. നചികേതസിന്റെ മുത്തച്ഛൻ വാജസ്രവ, അദ്ദേഹം ആഹാരം ദാനം ചെയ്യുന്നതിലൂടെ ആ നാട്ടില്, ആ ഗ്രാമത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്ത് വളരെ പ്രശസ്തനായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ആഹാരം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ അദ്ദേഹം ഭക്ഷിക്കാറുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി, വാജസ്രവസ്. അച്ഛനേക്കാളും കേമനാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ഈ ദാനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു വിട്ടുകൊടുക്കുന്നതിൻ്റെ സുഖം അനുഭവിച്ച് അത് അറിഞ്ഞ ഒരു അച്ഛൻ്റെ മകനെന്ന നിലയിൽ വാജസ്രവസ് എല്ലാം വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനായിട്ട് അദ്ദേഹം ഒരു യാഗം തന്നെ നടത്തുകയാണ്, വിശ്വജിത് യാഗം. നൽകുന്നതിലൂടെ വിശ്വത്തെ ജയിക്കുക. ഇപ്പൊ പലരും അലക്സാണ്ടർ ചക്രവർത്തിയെല്ലാം ലോകം പിടിച്ചടക്കി കീഴടക്കി ജയിക്കാൻ നോക്കിയെങ്കിലും നമുക്കറിയാലോ, അവസാന കാലം അദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു പുൽക്കൊടി പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, വെറും കൈ മലർത്തിയാണ് ഞാൻ ഇവിടുന്ന് പോണത്. അപ്പൊ ഇത് ലോകത്തിന് എനിക്ക് നൽകാനുള്ള സന്ദേശം ഇത് മാത്രമാണ്. അപ്പൊ പിടിച്ചടക്കുന്നതിലല്ല, വിട്ടുകൊടുക്കുന്നതിൽ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം അറിഞ്ഞ അച്ഛന്റെ മകൻ എന്ന നിലയിൽ വാജസ്രവസ് സർവ്വതും കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യാഗം തുടങ്ങി, വിശ്വജിത് യാഗം. ഇപ്പൊ വാജസ്രവസിനൊരു മകനുണ്ട്, അവനാണ് 8 വയസ്സുള്ള കുട്ടി നചികേതസ്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം, നചികേതസിനെ പോലൊരു കുട്ടി ആ തറവാട്ടിൽ ജനിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാനധർമ്മങ്ങൾ ചെയ്ത ഒരു തറവാടിൽ ഉണ്ടായ ഒരു അനുഗ്രഹമാണ് നചികേതസ്. നചികേതസ് എന്താ തീരുമാനിക്കുന്നത്, ഈ അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തി അവൻ അച്ഛൻ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ നോക്കി നടന്ന് കാണുകയാണ്. അപ്പൊ അതൊക്കെ കണ്ട് വീക്ഷിച്ച് ആനന്ദത്തോടു കൂടി അവൻ അങ്ങനെ പോകുമ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് വാജസ്രവസ് കറവ പറ്റിയ പശുക്കളെ കൊടുക്കുന്നത് ഇവൻ ശ്രദ്ധിക്കുകയാണ്. ഈ
നമ്മളും പലപ്പോഴും ചെയ്യാറുണ്ട്. വീട്ടില് ഉപയോഗിക്കാൻ പറ്റാത്ത ചില സാധനങ്ങൾ എടുത്ത് ആവശ്യക്കാരാരെങ്കിലും വരുമ്പോ അവർക്ക് എടുത്തു കൊടുക്കും. പക്ഷെ നമ്മള് കൊടുക്കുന്ന സമയത്ത് വലിയ ഗമയില് ഇത് ഒട്ടും കീറിയിട്ടില്ല കേട്ടോ, കൊണ്ടുപോക്കോ, സന്തോഷായില്ലേ എന്നൊക്കെ ചോദിക്കും. നമുക്കതൊരു ആവശ്യമില്ലാത്ത സാധനമാണ്. ഇപ്പൊ ദാനം എന്ന വാക്ക് അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് വേദനയോടുകൂടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. എൻ്റെ കയ്യിൽ നിന്ന് അത് പോയല്ലോ എന്നുള്ളൊരു പെയിൻ വേണം അതിന്റെ പിന്നിൽ. അല്ലാതെ നമ്മൾ ദാനം ചെയ്യുമ്പോൾ അതൊരു ദാനമായിട്ട് നമുക്കതിനെ ആ വാക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഇവിടെ അച്ഛൻ കറവ പറ്റിയ പശുക്കളെ കൊടുക്കുന്നത് കാണുമ്പോൾ ഈ കുട്ടിക്ക് സങ്കടമാവാണ്. ശോ, അച്ഛന്റെ ലക്ഷ്യത്തിലേക്ക് അച്ഛൻ എത്താൻ സാധിക്കില്ലല്ലോ, ഈ വേണ്ടാത്ത സാധനങ്ങളാണോ അച്ഛൻ ദാനം ചെയ്യുന്നത് എന്നൊരു ചിന്ത കുട്ടിയുടെ ഉള്ളിൽ വരികയാണ്. ഇപ്പൊ കുട്ടി ചിന്തിക്കുകയാണ്, എന്തായാലും അച്ഛൻ എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു, അപ്പൊ എന്നെയും കൊടുക്കണമല്ലോ, ഒരു ദിവസം എന്നെയും, ഞാനും ഇവിടെ നിന്ന് പോവില്ലോ, എല്ലാം കൊടുക്കാൻ പോവല്ലേ. അപ്പൊ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ കുട്ടിക്ക് മനസ്സിലായത്, എന്നെ വലിയ ഇഷ്ടമാണ്, അപ്പൊ എന്നെയും കൊടുക്കാൻ പോവാണല്ലോ എന്നുള്ള ചിന്ത ഈ കുട്ടികൾക്ക് പെട്ടെന്ന് എങ്ങോടെങ്കിലും പോവാൻ പോകണമെന്നൊരു തോന്നൽ വന്നാല് അത് എവിടെയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നചികേതസ് ഈ അച്ഛനെ ചെന്ന് ശല്യപ്പെടുത്തുകയാണ്. അച്ഛൻ എന്നെ എപ്പോഴാ പറഞ്ഞു വിടുക, എന്നെ ആർക്കാ കൊടുക്കുക, ഞാൻ എങ്ങോട്ടാ പോവാൻ പോണത്. ഇപ്പൊ വാചസ്രവസിനെ സംബന്ധിച്ച് വലിയൊരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി വന്ന് ശല്യപ്പെടുത്തിയത് ദേഷ്യം വരും. നമുക്കൊക്കെ കുട്ടികൾ വന്ന് നമ്മളെ ശല്യപ്പെടുത്തിയ പെട്ടെന്ന് ഇത്തിരി ദേഷ്യം വരും, നമ്മൾ എന്തെങ്കിലും വഴക്ക് പറയുമല്ലോ. അതുപോലെ തന്നെ വാചസ്രവസ് ആ ദേഷ്യത്തിൽ അറിയാണ്ട് പറയാണ്, നിന്നെ ഞാൻ മരണത്തിനാണ് കൊടുക്കാൻ പോണത്, ഇവിടെ നിന്ന് പൊക്കോളൂ. അപ്പൊ ഈ കുട്ടി മാറി നിന്ന് ചിന്തിക്കുകയാണ്, എന്തായാലും ഒരു ദിവസം പോകേണ്ട സ്ഥലമാണ്, അച്ഛന് സന്തോഷാവും. അച്ഛൻ മാത്രമല്ല, എൻ്റെ ഗുരുവും കൂടിയാണ് വാചസ്രവസ്. അപ്പൊ ആ ഗുരുവിന്റെ വാക്കുകൾ പാലിക്കുക എന്നുള്ളതാണ്. 3 തരം ശിഷ്യരാണുള്ളത് ഈ ലോകത്തില്. ഒന്ന്, ഗുരു എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, തനിക്ക് തോന്നണ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. 2, ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കും സൗകര്യമുള്ളപ്പോ. 3, ഗുരു പറയുന്നതിന് മുമ്പ് ആ ആഗ്രഹം അറിഞ്ഞ് പ്രവർത്തിക്കുക. ഇപ്പൊ വാചസ്രവസ് പറയുന്ന കാര്യം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നചികേതസ് തീരുമാനിക്കുകയാണ്, ഞാൻ മരണത്തിന്റെ അടുത്തേക്ക് പോവാം. കുട്ടിയെ സംബന്ധിച്ച് അതൊരു, അവന്റെ ഉള്ളിലൊരു പേടിയൊന്നുമില്ല. നമുക്ക് പലപ്പോഴൊക്കെ മരണം എന്നുള്ളതൊരു ഭയമാണല്ലോ. ഈ കുട്ടിക്ക് അങ്ങനെ ഒരു ഭയമൊന്നുമില്ല മരണത്തെ പറ്റി. കാരണം മരണം എന്നുള്ളത് ശരിക്കും നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും നഷ്ടപ്പെടും എന്നുള്ള തോന്നലാണ് ആ ഭയം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പൊ അവിടെ പോകാനായിട്ട് വലിയ പ്രയാസമൊന്നും ഇല്ല എന്നുള്ളത് ഈ കഠോപനിഷത്ത് കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നചികേതസ് മരണത്തിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അവിടെ ചെന്നു, മരണത്തിന്റെ വാതിക്കലെത്തി, കതകിൽ മുട്ടി. ആരും തുറക്കുന്നില്ല കതക്. അവൻ ക്ഷമയോടുകൂടി അവിടെ കാത്തിരിക്കുകയാണ് വാതിക്കല്. ഏകദേശം ഒരു 72 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കതക് തുറക്കണത്. ഈ ഒരു കാര്യത്തെ 72 മണിക്കൂറിന്റെ അകത്തൊരു നോളജ് ഉണ്ട്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാല് ആ വ്യക്തിയുടെ ജീവൻ പൂർണ്ണമായും മറ്റൊരു ലോകവുമായി ലയിക്കാൻ എടുക്കുന്ന സമയമാണത്. ഏകദേശം, കൃത്യം എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം സമയം. അപ്പൊ ആ സമയം അവൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ എങ്ങനെയാണ് ഒരു മരണം സംഭവിക്കുക, ഒരാളുടെ ജീവൻ എങ്ങനെയാണ് പോണത് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ശാസ്ത്രീയമായിട്ട് കഠോപനിഷത്ത് പറയുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളാണല്ലോ, നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണ്. ഇതിൽ ഓരോരോ ഇന്ദ്രിയങ്ങളായിട്ടാണ് നമ്മളെ വിട്ടുപോവാന്നാണ്. ആദ്യം സ്പർശിച്ചാൽ അറിയാണ്ടാവും നമ്മൾ, സെൻസ് ഓഫ് ടച്ച് അതില്ലാണ്ടാവും. രുചിക്കാനുള്ള കഴിവ് നഷ്ടാവും, സെൻസ് ഓഫ് ടേസ്റ്റ് പോവും. പിന്നെ മണക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും, കാഴ്ച നഷ്ടപ്പെടും, അവസാനമാണ് കേൾവി പോവുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാല് അവരുടെ അടുത്ത് നിന്നുകൊണ്ട് നമ്മൾ മാവ് വെട്ടണോ പ്ലാവ് വെട്ടണോ എന്നൊക്കെ പറഞ്ഞാൽ അവർ കേൾക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. ഡോക്ടർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാലും ആ കാഴ്ചയും കേൾവിയും, അതാണ് പല മതങ്ങളിലും നിങ്ങൾ നോക്കിക്കോളൂ, ഒരു മരിച്ചു കഴിഞ്ഞ് കിടത്തുമ്പോൾ പോലും വിളക്ക് കത്തിച്ചു വെക്കും, നാമം ജപിക്കും.
ഈ രണ്ട് പ്രവൃത്തിയും തുടരും. കാരണം ആ ആത്മാവിന് അത് രണ്ടും റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ സന്ദേശം. ഇപ്പൊ ഈ 72 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കതക് തുറക്കണത്. കതക് തുറന്ന് മരണത്തിന്റെ ദേവൻ വരികയാണ്. എങ്ങനെയാ വരണത്? കുറ്റബോധത്തോടുകൂടി, തല കുനിച്ചുകൊണ്ട്. എന്താ കാരണം? തൻ്റെ വീട്ടിലൊരു അതിഥി വന്ന് ഇത്രയധികം സമയമായി കാത്തിരിക്കുന്നു. അവിടെ ഒരു അറിവാണ് നമുക്ക് ഈ കഠോപനിഷത്ത് നൽകുന്നത്. നിങ്ങൾ എത്ര കേമനാണെങ്കിലും, എത്ര ധനാഢ്യനാണെങ്കിലും, എത്ര അറിവുള്ള ഒരാളാണെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരാളോട് മാന്യമായി നിങ്ങൾക്ക് പെരുമാറാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ മഹത്വവും വെറുതെയാണ്. അത്രയും പ്രാധാന്യമുണ്ട് അതിഥി ദേവോ ഭവ എന്ന ആ വാക്കിന്. അപ്പൊ ആ വാക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ അതിനർത്ഥം അറിയാവുന്ന യമദേവൻ തല കുനിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ മുന്നിൽ വരികയാണ്, കുറ്റബോധം കൊണ്ട്. ഇപ്പൊ ഈ കുട്ടി എണീറ്റ് നിന്നു, യമദേവനെ വണങ്ങി. കുട്ടി എന്തോ പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ യമദേവൻ പറഞ്ഞു, ഞാൻ നിന്നോട് കടപ്പെട്ടു പോയി. നീ ഇത്രയും സമയം ഇവിടെ എന്നെ കാത്തിരിക്കുകയും മനസ്സിൽ പോലും നിന്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല, ശാന്തനായിരുന്നു, നീ ധ്യാനിക്കുകയായിരുന്നു. നിന്നെ പോലെ ഒരു ആത്മാവിനെ ഇവിടെ കാത്ത് നിർത്തേണ്ടി വന്നതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് 3 വരങ്ങൾ നൽകാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്താണ് വരങ്ങൾ വേണ്ടത്? ചോദിച്ചോളം പറയാം. അപ്പൊ ഈ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, അവിടെ കയറേണ്ട സമയമായിട്ടില്ല, സമയമാവാണ്ട് ഈ ഒരു ലോകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പൊ ഈ ഒരു തിരിച്ചറിവുണ്ടായ കുട്ടി തിരിച്ചു പോണമല്ലോ എന്നുള്ള ചിന്ത വന്നപ്പോ യമദേവനോട് ആദ്യത്തെ വരം ചോദിക്കുകയാണ്, ഞാൻ തിരിച്ചു ചെല്ലുമ്പോ അച്ഛൻ എന്നെ സന്തോഷത്തോടെ സ്വീകരിക്കണം. യമദേവൻ പറഞ്ഞു, തീർച്ചയായിട്ടും അച്ഛൻ നീ പോയതിൽ വിഷമിച്ചിരിക്കുകയാണ്, നീ ചെന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കും, ഒരു സംശയമില്ല. ഒരു വരം അങ്ങനെ വെറുതെ പോയി, ചെറിയൊരു കാര്യം ആവശ്യപ്പെട്ട്. പക്ഷെ അതിൻ്റെ അകത്തും കഠോപനിഷത്ത് നമുക്കൊരു ജ്ഞാനം നൽകുന്നുണ്ട്. അതെന്താ വെച്ചാല്, നിങ്ങളുടെ മനസ്സ് വിശാലമാവുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിസ്സാരമാവാൻ തുടങ്ങും. അത് വലിയൊരു തിരിച്ചറിവാണ്. വിശാലമായ മനസ്സിന് ഉടമയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിസ്സാരമായിരിക്കും. വലിയ വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതാണ് നചികേതസിൽ റിഫ്ലക്റ്റ് ചെയ്തത്. ആദ്യത്തെ വരമായിട്ട് നചികേതസ് അതാണ് ചോദിച്ചത്. അപ്പൊ മരണം, ഈ 5 ഇന്ദ്രിയങ്ങളും നമ്മളെ വിട്ടുപോയി ആത്മാവ് മറ്റൊരു ലോകവുമായിട്ട് ചേരുകയാണ്. ആ സമയത്ത് ഈ ആത്മാവ് നമ്മളുടെ ശരീരത്തെ വിട്ടു പോകുമ്പോൾ ആത്മാവ് സ്വതന്ത്രമാവുകയാണ്. ഈ സ്വതന്ത്രമായ ആത്മാവിന് ഭയങ്കര കഴിവും ശക്തിയൊക്കെ ഉണ്ട്. ആ ശരീരത്തിലേക്ക് വേണമെങ്കിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് പറയണത്, കഠോപനിഷത്ത് പറയണത്. പക്ഷെ ഉപയോഗിച്ച ഒരു ടിഷ്യൂ, നമ്മൾ മുഖമൊക്കെ തുടച്ച ഒരു ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ പിന്നെ അത് വേറൊന്നിനും ഉപയോഗിക്കില്ലല്ലോ, ഡസ്റ്റ്ബിന്നിൽ ഇടുകയല്ലേ ഉള്ളൂ. ഈ ആത്മാവ് അതുപോലെയാണ് ഈ ശരീരത്തെ കാണുന്നത്. കുറെ നാൾ ഉപയോഗിച്ചു, കൊണ്ടു നടന്നു, ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് ആ ശരീരത്തെ വിട്ടുപോവാണ്. വളരെ ഫ്രീ ആണത്. ശരിക്കും പറയണത്, ഒരു 10-75 വർഷം ഒരു പക്ഷിയെ നിങ്ങൾ കൂട്ടിൽ അടച്ചിട്ടു, 75 വർഷം കഴിഞ്ഞ് അതിനെ തുറന്നു വിടുമ്പോൾ അത് ചിറകടിച്ച് പറന്ന് ആകാശത്തേക്ക് പോകുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. അതേ ആനന്ദമാണ് ആത്മാവ് അപ്പൊ അനുഭവിക്കുക. ആ ഒരു സുഖമാണ് അനുഭവിക്കുക. ആകെ അതിനൊരു വിഷമേ ഉണ്ടാവുള്ളൂ. ആ മരിച്ചതിന്റെ പേരിൽ ആരെങ്കിലും അവിടെ ഇരുന്ന് കരയുന്നുണ്ടെങ്കിൽ അതിന് തോന്നും, ഇവർക്കൊന്നും വേറെ പണിയില്ലേ, ഞാൻ മുക്തനായി സ്വതന്ത്രമായി ഈ ശരീരം എന്ന് പറയുന്ന കൂട്ടിൽ നിന്നും, എന്തിനാണ് ഇവര് വിഷമിക്കണത് എന്നൊരു ചിന്ത മാത്രമാണ് അതിനുണ്ടാവുക. ഇതാണ് മരിക്കുമ്പോൾ ഒരാൾക്ക് സംഭവിക്കുന്നത് തിരിച്ചറിയാൻ. ഈ ആത്മാവ് സ്വതന്ത്രമായി, അതാണ് നമ്മളുടെ പല മതങ്ങളിലും അവസാനം ആ മുഖം മൂടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ മുഖം മൂടിക്കഴിഞ്ഞ് ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് അവരുടെ ഒരു മന്ത്രം അവർ ചൊല്ലും. ആ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് പറയണത്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ശരീരം, അതില് അഗ്നി അഗ്നിയിലേക്കും, ജലം ജലത്തിലേക്കും, വായു വായുവിലേക്കും, ഭൂമി ഭൂമിയിലേക്കും, ആകാശം ആകാശത്തിലേക്കും ലയിക്കട്ടെ എന്നാണ്.
നീ എല്ലാത്തിൽ നിന്നും മുക്തനാണ്, നീ സ്വതന്ത്രനാണ് എന്ന ഒരു ചാൻഡിങ് ആണ് ആ സമയത്ത് പറയാറുള്ളത്. ഇത് പലരും ചൊല്ലണവർക്ക് പോലും ഇതിന്റെ അർത്ഥം അറിയില്ല. ആത്മാവിന് ചിലപ്പോൾ അത് മനസ്സിലാവും. പക്ഷെ ആ സമയത്ത് ആത്മാവില് കടുത്ത എന്തെങ്കിലും മോഹങ്ങളോ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ബാക്കിയുണ്ടെങ്കിൽ അതിന് ആ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മോക്ഷം കിട്ടില്ല. അതുകൊണ്ടാണ് അവസാന നിമിഷം നമ്മളുടെ ചിന്തകളും ആഗ്രഹങ്ങളും നമ്മളുടെ പുനർജന്മത്തിന് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നമ്മളുടെ അടുത്ത ജന്മം തീരുമാനിക്കുന്നത് തന്നെ നമ്മളുടെ അവസാന നിമിഷത്തെ ആഗ്രഹങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അജാമളന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അജാമളന്റെ കഥയില് അദ്ദേഹം ദുഷ്ടനായ ഒരു രാജാവായിരുന്നു. പക്ഷെ മകന്റെ പേര് നാരായണൻ എന്നിട്ടു. അപ്പൊ മകനെ മരണസമയത്ത് ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് അദ്ദേഹം. നാരായണ നാരായണ എന്ന് വിളിച്ചപ്പോ ഭഗവാനെ വിളിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ഭഗവാൻ അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തു എന്നാ പറയണ. ജീവിതം മുഴുവനും മോശമായി ദുഷ്ടത്തരം കാണിച്ച് ജീവിച്ച ഒരാള് അവസാന നിമിഷം ആ ഭഗവാനെ വിളിച്ചപ്പോ മോക്ഷം കിട്ടിയെന്നാണ്. അത് ബോധ്യപ്പെടുത്താനാണ് ശരിക്കും ആ കഥ പറയുന്നത്. ആ അവസാന നിമിഷം, പക്ഷെ നമുക്ക് അറിയില്ല നമ്മളുടെ അവസാന നിമിഷം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മളെല്ലാ ആഗ്രഹങ്ങളും അതാണ് മധു കൈതപന്മാർ, ഈ രണ്ട് രാക്ഷസന്മാരാണ്. ക്രേവിങ് ആൻഡ് അവേർഷൻ, ആസക്തിയും വെറുപ്പും. ഇത് രണ്ടിൽ നിന്നും നമ്മൾ മുക്തരാവണം നമ്മൾ ഈ ഭൂമിയിൽ നിന്നും പോകുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ അതാണ് തീരുമാനിക്കുക നമ്മളുടെ പുനർജന്മം. എന്തിനോടാണോ നമുക്ക് ക്രേവിങ് അല്ലെങ്കിൽ എന്തിനോടാണോ നമുക്ക് വെറുപ്പ്, അതനുസരിച്ചിട്ടുള്ള ഒരു ലൈഫാണ് അല്ലെങ്കിൽ നമുക്ക് വരിക. നമുക്ക് ആരോടെങ്കിലും ശത്രുതയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയപ്പെടുന്നത് അവര് നമ്മളുടെ മക്കളായി വന്ന് ജനിക്കുന്നതാണ്. അപ്പോ ശത്രുത തീർക്കാൻ ഇതിനേക്കാളും നല്ലൊരു മാർഗം വേറെ ഇല്ലല്ലോ. വേറെ ഒന്നും ചെയ്യണ്ട, വെറുതെ മക്കളായി വന്ന് ജനിച്ചു കൊടുത്താൽ മതി. പകരം വീട്ടിൽ അവിടെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്തിനോടെങ്കിലുള്ള വെറുപ്പ്, ആസക്തി, ഇത് രണ്ടും അതിൽ നിന്ന് മുക്തമാവണം. അതുകൊണ്ടാണ് കഠോപനിഷത്ത് പറയുന്ന ചില കാര്യങ്ങള് നമുക്ക് നമ്മളുടെ യുക്തിക്ക് ചിലപ്പോൾ യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈവൻ ടു ദ എക്സ്റ്റെന്റ് കഠോപനിഷത്ത് പറയുന്നുണ്ട്, മോക്ഷത്തിന് ഏറ്റവും വലിയ തടസ്സം ആ മരണസമയത്ത് നിൽക്കാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ പേരക്കുട്ടികളാന്ന് പറയുന്നുണ്ട്. മക്കളിൽ നിന്ന് വരെ നമ്മൾ കുറച്ച് മോചിതമായിട്ടുണ്ടാവാം ആ അറ്റാച്ച്മെന്റിൽ നിന്ന്. പക്ഷെ പേരക്കുട്ടികൾ നമുക്കൊരു വീക്ക്നെസ് ആവാം. അവരെ കണ്ടും കളിപ്പിച്ചും സ്നേഹിച്ചും ചിലപ്പോൾ നമുക്ക് മതിയായിട്ടുണ്ടാവില്ല. അപ്പൊ അവരുടെ ഓർമ്മകള്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ചിലപ്പോൾ ആ സമയത്ത് നമുക്കൊരു പിടുത്തമാവാം. ഈ ഇംഗ്ലണ്ടിൽ പോലും നിങ്ങൾ അവരുടെ ഒരു കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ രാജകുടുംബത്തില് അവരവിടെ മരിച്ചു കഴിയുമ്പോൾ അടുത്ത ജനിക്കുന്ന കുട്ടികളുടെ നമ്പർ മാത്രമേ മാറ്റാറുള്ളൂ. വിക്ടോറിയ 2, വിക്ടോറിയ 3, വിക്ടോറിയ 4, എഡ്വേർഡ് 5 ഇങ്ങനെയാണ് ഇടാറുള്ളത് പലപ്പോഴും. ആ ഒരു ആളുടെ പേര് അത് തന്നെയായിരിക്കും, നമ്പർ മാത്രം. കാരണം അവരുടെ വിശ്വാസമാണ് അവരുടെ കുടുംബത്തിൽ തന്നെയാണ് വന്ന് അടുത്ത തലമുറയിൽ വന്ന് ഈ മരിച്ചവര് ജനിക്കണേ എന്നുള്ളൊരു വിശ്വാസം അവര് പോലും വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതാണ് മരണസമയത്ത് സംഭവിക്കുക. പിന്നെ ആക്സിഡന്റ് പോലെയുള്ള മരണങ്ങൾ, അപ്രതീക്ഷിതമായ മരണങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ ഡീപ്പായിട്ടുള്ള വിഷയങ്ങളാണ്. അതിന് അവർക്ക് അവരുടെ ആത്മാവ് കുറച്ചധികം നാൾ ഇവിടെ ചുറ്റി നിൽക്കുന്നതാണ് പറയണത്. പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല, കാരണം ഒട്ടും പ്രതീക്ഷിക്കാണ്ട് സംഭവിക്കണതാണ്. അപ്പൊ അവർക്ക് വേണ്ട ചില പ്രത്യേക പൂജകളും അവർക്ക് ആ മോക്ഷം കിട്ടാനും ഈ ലോകത്ത് നിന്ന് അവർക്ക് അപ്പുറത്തേക്ക് പോവാൻ സഹായകരമായ രീതിയിലുള്ള ചില കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ അനുഷ്ഠിച്ചാൽ അത് എളുപ്പത്തിൽ സാധ്യമാവും എന്നുള്ളതാണ് ഒരു വിശ്വാസം. ഇതാണ് മരണം. ആ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ.